ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 16 മെയ് 2025 വെള്ളിയാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിനെ പറ്റി നമുക്ക് ചെറിയൊരു വിശകലനം നടത്താം. ഇന്നലെ നിഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റാലി ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം 395 പോയിന്റ്, അതായത് 1.6% ഒരു പോസിറ്റീവ് റാലിയാണ് മാർക്കറ്റിൽ നിന്ന് നടത്തിയിട്ടുള്ളത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 554 പോയിന്റ്, ഏകദേശം 1.01% ഹൈക്കോട് കൂടി ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സെൻസെക്സ് നോക്കുവാണെങ്കിൽ 1200 പോയിന്റ്, ഏകദേശം 1.4% ഹൈക്കോട് കൂടിയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നലെ നമുക്ക് നോക്കുവാണെങ്കിൽ മിക്ക സ്റ്റോക്കുകളും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മിക്ക സെക്ടർ വൈസ് പെർഫോമൻസ് എടുത്ത് നോക്കുവാണെങ്കിലും നല്ലൊരു പോസിറ്റിവിറ്റി ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് നിഫ്റ്റിയുടെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ മുമ്പത്തെ എക്സ്പയറിനെ പോലെ ആയിരുന്നില്ല ഇന്നലത്തെ എക്സ്പയറി. ഇന്നലെ ഹൈലി വോളറ്റൈൽ ആയിരുന്നു മാർക്കറ്റ്. അതേപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നടത്തിയതിനു ശേഷം നേരെ ഒരു ഫാൾ ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനുശേഷം ഒരു റിക്കവറി നടത്തിയതിനു ശേഷം നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആയിരുന്നു, റാലി ആയിരുന്നു നിഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പം അതൊക്കെ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു നിഫ്റ്റി 25,000 ക്രോസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അത് ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ചു. ഏകദേശം 25,062 ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇനി ഗ്ലോബൽ മാർക്കറ്റിനെ പറ്റി എടുത്ത് നോക്കുവാണെങ്കിൽ MSCI മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ റീബാലൻസ് വന്നിട്ടുണ്ട്. ഈ മാസം അവസാനമായിരിക്കും റീബാലൻസ് വരുന്നത്. കോർമണ്ടല ഇന്റർനാഷണൽ, നൈക്ക, ഈ MSCI ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ 12 കമ്പനീസിലേക്ക് ചേഞ്ചസ് വരുന്നതായിരിക്കും. അപ്പം ഈ മാസം നമുക്കെല്ലാം അറിയാം, ഇതിനകത്ത് നോക്കിയതിനു ശേഷം നമുക്കൊരു ചേഞ്ചസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ MSCI എന്ന് പറയുന്നത് തന്നെ ഗ്ലോബലി ശ്രദ്ധ നേടുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പം അതിനകത്ത് ഓരോ ചേഞ്ചസ് വരുന്നത് തന്നെ ഓരോ കമ്പനീസിനെ ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതേപോലെ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് നോക്കാൻ നേരത്തെ തന്നെ PSU ബാങ്ക്സിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 16% ഒരു ഹൈക്കാണ് PSU സെക്ടേഴ്സ് തന്നെ കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ 7 ട്രേഡിംഗ് സെക്ഷനിലൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ടോപ്പ് ഗെയിനേഴ്സിനെ പറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ സാധിക്കും. ഹീറോ മോട്ടോകോപ്പ് 6.3% ഹൈക്കിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് JSW സ്റ്റീൽ 4.9%, ടാറ്റ മോട്ടോഴ്സ് 4.1% ഹൈക്കും ഇന്നലെ രേഖപ്പെടുത്തി. ഇന്നലെ അതേപോലെ തന്നെ ടോപ്പ് ലൂസേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ആകെ കാണാൻ സാധിക്കുന്ന ഇൻഡസിൻ ബാങ്ക് ആണ്. ഏകദേശം 0.1% ഒരു ഫാളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ ഓവറോൾ മാർക്കറ്റ് ഒക്കെ നല്ല രീതിയിൽ പോസിറ്റിവിറ്റി തന്നെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷെ തുടങ്ങുമ്പോൾ പലരും വിചാരിച്ചു ഇന്നൊരു ഫാളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന്. പക്ഷെ റീറ്റെയിലേഴ്സിനെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് തന്നെ നല്ലൊരു റാലിയാണ് സെക്കൻഡ് ഹാഫിൽ നടന്നിട്ടുള്ളത്. ഇന്ന് പല കമ്പനീസിന്റെ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. നമുക്ക് ആ കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് 1.5 rupees പെർ ഷെയർ ആണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നർമ്മദ മക്ലാസ്റ്റ് ഡ്രിപ്പ് 0.2 പൈസ പെർ ഷെയർ ആണ്. SBI 16 പൈസ പെർ ഷെയർ. എലിക്കോൺ കാസ്ട്രലി 2.5 പെർ ഷെയർ. ഫാബ്ടെക് ടെക്നോളജി 2.5 പെർ ഷെയർ. AIIL 5 പൈസ പെർ ഷെയർ. ആപ്ടെക് 4.5 per share. KKCL 2 rupees per share. Advanced NC Tech 4 rupees per share. Aptus Value Housing Finance 2.5 rupees per share എന്നിങ്ങനെയാണ് ഇന്ന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏകദേശം ഈ ഡിവിഡൻഡുകളെല്ലാം നിങ്ങൾക്ക് ഒരു 30 to 45 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഡിമാറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് കാണിക്കുന്നത്. അതായത് യൂറോപ്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിലും ശരി, US മാർക്കറ്റ് നോക്കുവാണെങ്കിലും ശരി, നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ സെക്ടർ വൈസ് പെർഫോമൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്നലെ കാണാൻ സാധിക്കും. ഇന്നലെ ടോപ്പ് പെർഫോം ചെയ്ത സെക്ടർ റിയാലിറ്റി ആണ്. ഏകദേശം 1.92% പോസിറ്റിവിറ്റി ആണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ഓട്ടോ സെക്ടർ 1.9%, മെറ്റൽ സെക്ടർ 1.7%, മീഡിയ സെക്ടർ, ഫിനാൻഷ്യൽ സർവീസ് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ ഏകദേശം എല്ലാ സെക്ടേഴ്സും തന്നെ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഗോൾഡ്, അതേപോലെ തന്നെ സിൽവർ, കോപ്പർ,
നാച്ചുറൽ ഗ്യാസ് ഒക്കെ നോക്കുവാണെങ്കിൽ നേരിയ തോതിലുള്ള ഒരു ഇടിവാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഏകദേശം വലിയ രീതിയിലുള്ള ഒരു ഫാള് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 3.1% ഒരു ഫാളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് Q4 റിസൾട്ട് പബ്ലിഷ് ആവുന്നുണ്ട്. നമുക്ക് ഡെലിവറിയുടെ റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ BHLന്റെയും Q4 റിസൾട്ട് ഇന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ ഒരു റിസൾട്ടിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ നല്ല നല്ല പൊസിഷൻസ് ഒക്കെ എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ റിസൾട്ടിന് ശേഷം മാത്രമേ നിങ്ങൾ അതിനകത്തേക്ക് എൻറ്റർ ചെയ്യാവുള്ളൂ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഈ ഒരു സ്റ്റോക്ക് പ്രൈസിൽ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ നമുക്ക് മേജർ ലിക്വിഡിറ്റി പോയിന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് 24,493 ആണ് നമുക്ക് മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണുന്നത് 25,212 ആണ്. ഈ രണ്ട് പോയിന്റുകളിലും ഇന്ന് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഏറെ കൂടുതലാണ്. അപ്പം ഇതെല്ലാം നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ഇന്ന് നിഫ്റ്റിയിലും അതേപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റോക്കുകളിലെല്ലാം ട്രേഡ് എടുക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചോദിക്കാവുന്നതാണ്. ഞങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായി ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോബി മാർക്കോസ്.